ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ച സന്ദേശം ആരുടെ അറിയാം? വായിച്ച യോഗി ആദിത്യനാഥിൻ്റെ. കോൺഗ്രസിൻ്റെ ആരെങ്കിലാണ് വായിച്ചിരുന്നെങ്കിൽ എന്ത് ബഹളായനെ ഇവിടെ. യോഗി ആദിത്യനാഥ് സമ്മേളനത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് വായിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ആവേശം, വാസവനും ആവേശം. ഇത് കഴിഞ്ഞ് 4-ാം ദിവസം വേറൊരു സംഗമം നടന്നു. അത് സംഘപരിവാറിൻ്റെ സംഗമം. അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാമിയല്ല, ഒരു ആസാമി. അയാൾ പ്രസംഗിച്ച എന്താ അറിയോ? ഒരു കൊള്ളക്കാരനാണ്, ഒരു തീവ്രവാദിയാണ്. അപ്പോഴത്തന്നെ അയ്യപ്പ ചരിതത്തിലെ പ്രധാന ഭാഗം പോയില്ലേ? വാവരും അയ്യപ്പനും സുഹൃത്തുക്കളായിട്ടാണ് അയ്യപ്പ ചരിതത്തിൽ പറയുന്നത്. സംഭവം വാവര് കൊള്ള ചെയ്യാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പക്ഷേ തൻ്റെ വിശ്വരൂപം കാണിച്ച് അയ്യപ്പൻ വാവരുടെ മനസ്സ് മാറ്റിയെന്നാണ് അയ്യപ്പ ചരിതത്തിൽ പറയുന്നത്. അങ്ങനെയാണ് വാവര് അയ്യപ്പൻ്റെ തോഴനാണ്, അല്ലാണ്ട് ശിഷ്യനല്ല. കാരണം തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാവര് അയ്യപ്പനുമായി ചങ്ങാതിത്വം സ്ഥാപിച്ചത്. ഇപ്പോഴും എരുമേലി വാവര് പള്ളിയിൽ നിന്ന് പേട്ട തുള്ളിയിട്ട് പോകുമ്പോൾ കൂടെ വാവരും പോകുന്ന സങ്കല്പം. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ വിശ്വസിക്കുന്ന വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് പിണറായി വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ള വാവരെ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ സംഘപരിവാറിന് ഒരവസരമുണ്ടാക്കാൻ ഈ പിണറായിൻ്റെ സംഗമം കൊണ്ട് നടന്നു. നമ്മുടെ മതസൗഹാർദ്ദത്തിനേറ്റ ഒരു വിള്ളലായിരുന്നു.